ഈ സൈൻ കോസ്റ്റാൻഡേക്ക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ. പിന്നെ എപ്പോഴും ക്ലീൻ ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ബെഡിൽ ഇരുന്ന് പഠിക്കരുതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ബെഡിലിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു. അതേപോലെ ടേബിളും ഇരുന്നും പഠിക്കും. എവിടെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കാം. മൊത്തം ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്നിടത്ത് ഇരുന്ന് മാക്സിമം പഠിക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ എന്താ, കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വെച്ച് പഠിക്കുക. അല്ലാതെ നമ്മൾ 5 മണിക്കൂർ 6 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്ന് വെച്ചിട്ട് നമുക്കൊരു ടൈം ലിമിറ്റ്, ഇപ്പോൾ 25 മിനിറ്റ്സ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെയും എനിക്ക് സെറ്റായിട്ടില്ല കേട്ടോ. നമ്മൾ പഠിച്ച് നമ്മൾ കുറച്ച് എന്താ പറഞ്ഞാൽ മടുത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ബ്രേക്കൊക്കെ എടുത്ത് പിന്നീട് പഠിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിരുന്ന് പഠിക്കുക. അതായത് എന്ന് വെച്ചാൽ ഇങ്ങനെ ടൈം എഴുതിയിട്ടില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ 10 മണി തൊട്ട് 12 മണി വരെ പഠിക്കും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ പഠിക്കും, ഏതൊക്കെ സബ്ജക്റ്റിലെ ഏത് ചാപ്റ്റേഴ്സ് ഞാൻ പഠിക്കും, അങ്ങനെ ഒരു പ്ലാൻ, അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് മാക്സിമം അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. അല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ച് പഠിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഞാനൊരു ചാപ്റ്റർ തീർക്കും, അങ്ങനെ പറയാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം അത് ആ ചാപ്റ്ററിൻ്റെ ആ ഒരു രീതിയും ഞാൻ പഠിക്കുന്ന രീതിയും പോലെ ഇരിക്കും ടൈം എടുക്കുന്നത്. അപ്പം നമുക്ക് എത്ര ടൈം എടുത്തിട്ടാണ്, അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുന്നത് മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. ചിലർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ചിലർ കുറച്ച് ടൈം എടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ ചോയ്സാണ്. നമ്മളെങ്ങനെയാണ് എന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളെങ്ങനെയുള്ളവരാണെങ്കിലും മാക്സിമം എഫേർട്ട് ഇടുക. എനിക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ എത്ര മണിക്കൂർ വേണമെന്ന് ഞാൻ മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ടൈം കൊടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ. പിന്നെ പറയാനുള്ളത്, പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കാൻ നോക്കുക. പിന്നെ ട്യൂഷന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചും നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. ഡൗട്ട്സൊക്കെ അത്യാവശ്യം ക്ലിയർ ചെയ്ത് തന്നെ പോവാം. പിന്നെ എപ്പോഴും ഒരു റിസോഴ്സിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ആ ബെസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നത് അത് നോക്കി പഠിക്കുക. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ബെസ്റ്റായിട്ട് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്നത് എവിടെ നോക്കി പഠിക്കുമ്പോഴാണോ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി ഒക്കെ ചെയ്യുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും പഠിക്കാം.